എന്നെ വളരെ ആഴത്തിൽ സ്പർശിച്ച ഒരു കാര്യം ഞാൻ പറയാം. എനിക്കൊരു സിസ്റ്ററിനെ അറിയാം. വളരെ പ്രായമായ ഒരു സിസ്റ്ററാണ്. സിസ്റ്റർ ഒത്തിരി വർഷം പ്രിസൺ മിനിസ്ട്രിയിൽ ജോലി ചെയ്ത സിസ്റ്ററാണ്. അപ്പോൾ സിസ്റ്റർ പ്രിസൺ മിനിസ്ട്രിയിലും ഈ ജുവനൈൽ ഹോംസിലും ഒക്കെ സന്ദർശിക്കുകയും അവരുടെ ഇടയിൽ ഒത്തിരി കാരുണ്യ പ്രവർത്തനമൊക്കെ ചെയ്യുകയും ചെയ്ത ഒരു സിസ്റ്ററാണ്. സിസ്റ്റർ പറഞ്ഞു, ഞാൻ ഒത്തിരിയേറെ കുഞ്ഞുങ്ങളുമായിട്ടും മുതിർന്നവരുമായിട്ടും സ്ത്രീകളുമായിട്ടും എല്ലാം ഡീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെയും കുറ്റവാളികളായിട്ടല്ല ജനിച്ചത്. അവരുടെ ജീവിത സാഹചര്യങ്ങളാണ് അവരെ കുറ്റവാളികളാക്കിയത്. ചിലപ്പോൾ അവരുടെ ആന്തരിക മുറിവുകൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് അവർ നേരിട്ട അനീതി, അല്ലെങ്കിൽ അവർക്ക് ചെറുപ്പത്തിൽ ലഭിക്കാതെ പോയ മാതാപിതാക്കളുടെ സ്നേഹം, അമ്മയുടെ സ്നേഹവും അപ്പൻ്റെ സ്നേഹവും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ പൈസയ്ക്കുണ്ടായ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, അങ്ങനെ ഒത്തിരി ഏറെ സാഹചര്യങ്ങളിലൂടെയാണ് ഇവർ ഓരോരുത്തരും കുറ്റവാളികളായിത്തീരുന്നത്. ഇവരൊക്കെയും വളരെ പ്രഷ്യസ് ആയിട്ടുള്ള സോൾസാണ്. സിസ്റ്റർ എത്ര സ്നേഹത്തോടു കൂടിയാണ് അവരെക്കുറിച്ച് പറയുന്നതെന്നറിയാമോ? അവരിലൊക്കെയും നമുക്ക് ഒത്തിരി നന്മ കാണാൻ പറ്റും. അവരുടെ സാഹചര്യങ്ങളാണ്. അവരെ പോലുള്ള മോശപ്പെട്ട സാഹചര്യത്തിലായിരുന്നെങ്കിൽ നമ്മൾ ഒരുപക്ഷെ അതിനേക്കാൾ മോശമായി പോകുമായിരുന്നു. അപ്പം സിസ്റ്റർ എന്നോട് പറഞ്ഞ ഒരു പയ്യൻ, അവനൊരു 22-23 വയസ്സാവും. അപ്പോൾ സിസ്റ്റർ അവനോട് സ്നേഹത്തോടെ സംസാരിച്ചപ്പോൾ അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സിസ്റ്ററിനോട് ചോദിച്ചെന്ന്, സിസ്റ്ററെ, ഞാൻ സിസ്റ്ററിനെ അമ്മ എന്നൊന്ന് വിളിച്ചോട്ടെ, ഞാൻ ആ മടിയിലൊന്ന് കിടന്നോട്ടെ എന്ന് ചോദിച്ചെന്ന്. പ്രായമായ സിസ്റ്റർ. അവൻ അമ്മയുടെ ആ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുവാണ്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, എൻ്റെ ആ റിലീജിയസ് വൊക്കേഷൻ നിന്നെ എൻ്റെ മടിയിൽ കിടത്താൻ എന്നെ അനുവദിക്കുന്നില്ല, പക്ഷെ നിനക്ക് എന്നെ നിൻ്റെ അമ്മയെന്ന് വിളിക്കാം, എൻ്റെ തോളിൽ നിനക്ക് ചാരാം, ഞാൻ നിന്നെ ഒത്തിരി അമ്മയെപ്പോലെ തന്നെ സ്നേഹിക്കുകയും കരുതുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ആ പയ്യൻ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുവാണ് അല്ലേ. മിക്കവാറും കുടുംബത്തിൽ നിന്ന് നേരിടേണ്ടി വരുന്ന തിക്താനുഭവങ്ങളാണ് ഒരു മനുഷ്യനെ ഒരു കുറ്റവാളിയോ അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട വ്യക്തിയോ ഒക്കെ ആക്കി മാറ്റുന്നത്. എല്ലാവരും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരാണ്. അപ്പം അവരെ നല്ലവരും ചീത്തയാളുകളും ആക്കുന്നതിന് ചുറ്റുമുള്ള ആളുകൾക്കും ഒരു റോളുണ്ട് അല്ലേ. ഒരു കുഞ്ഞ് ജനിച്ച് വീഴുന്നത് ഒരു നിഷ്കളങ്കനായ ഒരു ബാലനോ ബാലികയോ ആയിട്ടാണ് അല്ലേ. ആ സാഹചര്യങ്ങളും അവന് ലഭിക്കുന്ന സ്നേഹവും ഒക്കെയാണ് അവൻ്റെ ആ ക്യാരക്ടർ ഫോർമേഷനെ തീരുമാനിക്കുന്നത്. അപ്പോൾ സിസ്റ്റർ അത് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ അതൊരു വളരെ ടച്ചിങ് ആയിട്ട് തോന്നി. അപ്പം നമുക്കെല്ലാവർക്കും സിസ്റ്ററിനെ പോലെ ഒരു കോളായിരിക്കത്തില്ല, അല്ലെങ്കിൽ പ്രിസൺ മിനിസ്ട്രിയിൽ പോയിട്ട് അത് ചെയ്യാനുള്ള കോളായിരിക്കത്തില്ല. പക്ഷെ നമുക്ക് തന്നെ ചുറ്റും നോക്കിയാൽ ഒത്തിരിയേറെ ആൾക്കാരെ നമുക്ക് സഹായിക്കാൻ സാധിക്കും. പണം കൊണ്ട് മാത്രമല്ല, പണം കൊണ്ട് സഹായിക്കുന്നത് ഒരു ആസ്പെക്റ്റ്, നമ്മളുടെ സ്നേഹം കൊണ്ട്, നമ്മുടെ കാരുണ്യം കൊണ്ട്, നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ഒക്കെ ഒത്തിരിയേറെ പേരെ നമുക്ക് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ചിലർക്ക് ജസ്റ്റ് ഒരു ഇമോഷണൽ സപ്പോർട്ട് മതിയായിരിക്കും. ആ സപ്പോർട്ട് കിട്ടിയാൽ അവരെ ചിലപ്പോൾ ആത്മഹത്യയിൽ നിന്ന് നമുക്ക് അവരെ വലിച്ചു കയറ്റാൻ പറ്റുമായിരിക്കും അല്ലേ.